മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ മഹാ അപകടം സംഭവിച്ചിരിക്കുകയാണ്. തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം അവിടെ നിന്നുള്ള പ്രതികരണത്തിൽ और कर्नाटक का और देश का नाम गौरवान्वित करते रहे. धन्यवाद. थैंक यू. ಅಸ್ಟ್ರಾಲಜರ್ ಹೇಳ್ದಂಗೆ ಹೇಳಿದ್ರು. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ അപകടം സംഭവിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. RCBയുടെ വിജയാഘോഷത്തിനിടെ ആഘോഷം മഹാദുരന്തത്തിന് വഴിമാറിയിരിക്കുന്നു. 7 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 50ഓളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്ത് വരുന്നത്. സ്റ്റേഡിയത്തിന് പുറത്ത് ഉന്തും തള്ളും ഉണ്ടായി. അത് മഹാ അപകടത്തിന് വഴിമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. വിക്ടറി പരേഡ് ഒടുവിൽ ഒഴിവാക്കേണ്ടി വന്നു. അപകടത്തിന് കാരണം അനിയന്ത്രിതമായ തിരക്കാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തിരക്ക്. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തവുമായിരുന്നു. ആ തിക്കും തിരക്കും ഒടുവിൽ We are very happy to all the Karnataka youngsters and all the section of the people from old age to youngsters. They prayed, they loved, they gave their strength, and after 18 years long we could succeed. And I would like to congratulate Mr. Kohli, who stood like a rock. ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ അപകടം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത്രയും നേരം വളരെ ആഘോഷപൂർവ്വം മുന്നോട്ട് പോയിരുന്ന നിമിഷങ്ങളായിരുന്നു. എന്നാൽ അത് പിന്നീട് ദുരന്തത്തിന് വഴിമാറി. വളരെ നിരാശാജനകമായ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. 7 പേരുടെ മരണം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്ന് പറയുന്നു. 50 പേർക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു. തിക്കിലും തിരക്കിലുമാണ് 7 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സ്വീകരണം വെട്ടിച്ചുരുക്കി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിഖിലുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത്രയും നേരം നമ്മൾ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ അത് മഹാദുരന്തത്തിന് വഴിമാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഉച്ച മുതൽ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിജയാഘോഷത്തിനിടെ ആരാധകരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഉണ്ടായത്. അതായത് പോലീസിനെ നിയന്ത്രിക്കാവുന്നതിന് അപ്പുറത്തേക്ക് അതിനുപരിയായ ഒരു തിരക്ക് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതായത് വലിയ ആരാധകരുടെ തിരക്ക് തന്നെ ഉണ്ടാകുന്നു. ഈ സ്റ്റേഡിയത്തിന് സമീപമുള്ള മതിൽക്കെട്ടുകൾ ചാടിക്കിടക്കുന്ന ആരാധകരെ അടക്കം നമ്മൾ നേരത്തെ കണ്ടു. ഇവരെ അടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മുൻപ് പലവട്ടവും പോലീസിൻ്റെ ലാത്തി എടുക്കേണ്ട സാഹചര്യം വരെ മുൻപുണ്ടായിരുന്നു. അത്ര സാഹചര്യങ്ങൾക്ക് ഇടയിലാണ് എന്തായാലും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അനൗദ്യോഗികമായി 10ഓളം പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായി ഒരു വിവരം ലഭിക്കുന്നത്. ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. 50ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു അപകടത്തിന് തൊട്ടു പിന്നാലെ അല്പസമയം മുമ്പ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യം, അതായത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്ന ചില അനൗദ്യോഗികമായ വിവരങ്ങൾ എന്തായാലും ലഭിക്കുന്നുണ്ട്. 50-ന് മുകളിൽ ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു താരങ്ങളെയൊക്കെ തന്നെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ താരങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം DK ശിവകുമാർ അല്പം സമയം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ വാർത്താ ഏജൻസിയോട് സംസാരിക്കുക അദ്ദേഹം മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിൽ അദ്ദേഹം മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യവും അല്പം മുമ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പരേഡ് ഇതിനുശേഷമുള്ള പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 50-ന് മുകളിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ RCB ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിലായിരുന്നു, വിജയാഹ്ലാദത്തിലായിരുന്നു. കാരണം IPL-ന്റെ 18 സീസണായി മത്സരങ്ങൾ ആരംഭിച്ചിട്ട്
18 സീസണിൽ അതിൽ 18ാം സീസൺ വരെ കാത്തിരിക്കേണ്ടി വന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ആദ്യമായി ഒരു കിരീടം നേടുന്നതിന് വേണ്ടി ആ ആദ്യത്തെ കിരീട നേട്ടം അതിൻ്റെ വിജയ ആഘോഷത്തിനിടെയാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ദുരന്ത വാർത്ത എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലത്തെ ആ വിജയം അതിൻ്റെ ആഘോഷിക്കാൻ ഔദ്യോഗികമായി സർക്കാർ തന്നെ അറേഞ്ച് ചെയ്ത ആ ഒരു സ്വീകരണ പരിപാടി, അത് കർണാടകയിൽ ബാംഗ്ലൂരുവിൽ അറേഞ്ച് ചെയ്യുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലൊരു സ്വീകരണ പരിപാടി. ഒപ്പം ടീമിനെ സ്വീകരിക്കാൻ നേരിട്ട് വിമാനത്താവളത്തിലേക്ക് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ളവർ നേരിട്ടെത്തുന്നു. അങ്ങനെ സർക്കാർ നേരിട്ട് ഒരു സ്വീകരണ പരിപാടിയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതിലേക്ക് RCBയുടെ ആരാധകർ അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ബംഗളൂരു നഗരത്തിൽ പല ഭാഗങ്ങളെ തടിച്ചുകൂടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. മുൻപ് നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ഈ ആരാധകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് നന്നായി പാടുപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പലപ്പോഴും പോലീസിന് ലാത്തി എടുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. പലപ്പോഴും സ്റ്റേഡിയത്തിൻ്റെ പുറത്തെ മതിൽക്കെട്ടുകൾ ആരാധകർ ചാടിക്കിടക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു തിരക്ക് തന്നെ ആരാധകരുടെ പോലീസിനെ നിയന്ത്രിക്കാവുന്നതിനും ഉപരി അതിനു മുകളിലേക്ക് ആരാധകരുടെ തിരക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നിരവധി പേർക്ക് 50-ന് മുകളിൽ ആരാധകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. രാഖി, നിഖിൽ പറഞ്ഞതുപോലെ ആരാധകർ തള്ളിക്കയറുന്നത് തന്നെയാണ് ഇത്രയും വലിയൊരു അപകടം വരുത്തി വെച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. 10 പേരുടെ മരണം സംഭവിച്ചു എന്ന് പറയുന്നു. അതിൽ സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് സ്ഥിരീകരിക്കാൻ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ആഘോഷമാണ് ദുരന്തത്തിന് വഴിമാറിയിരിക്കുന്നത്. അവിടെ വിക്ടറി പരേഡ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം സ്വീകരണം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഖി, അതായത് തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാധ്യമായതെല്ലാം ചെയ്യും. പരിക്കേറ്റവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. ഒപ്പം തന്നെ ഈ സംഭവ സ്ഥലത്ത് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് DK ശിവകുമാർ അല്പം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതായത് പരിക്കേറ്റവർക്ക് വേണ്ട അടിയന്തര ചികിത്സാ സഹായം അടക്കം ഉടൻ തന്നെ നൽകും എന്നും DK ശിവകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അതായത് ഈയൊരു തിരക്ക് ഈ ഒരു പോലീസിനെ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ തിരക്കിലേക്ക് മാറിയപ്പോൾ തന്നെ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ എന്നാൽ ഈ ഒരു അവസരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്ന് DK ശിവകുമാർ നേരിട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ 18ാം നമ്പർ ഗേറ്റിലാണ് അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൻ്റെ 1ാം നമ്പർ ഗേറ്റ്, അതാണ് പ്രധാന ഗേറ്റ്. താരങ്ങളൊക്കെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു ഗേറ്റ് വഴിയാണ്. ഒപ്പം ഈ 18ാം നമ്പർ ഗേറ്റ് അത് ഒരു എക്സിറ്റ് ഗേറ്റ് ആണ്. അതുവഴിയാണ് പ്രധാനമായും താരങ്ങളുടെ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതും. ഒപ്പം ഇതിന് ശേഷം ഈ തിരക്കും പുറത്തുനിന്ന് ആരാധകരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള ഗേറ്റുകളിൽ ഒന്നാണ് ഈ 18ാം നമ്പർ ഗേറ്റ്. ആ ഗേറ്റിന് സമീപമാണ് ഇപ്പോൾ ഇത്ര വലിയൊരു തിക്കും തിരക്കും ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്റ്റേഡിയത്തിന് ചുറ്റുമായി പല വഴികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 1ാം നമ്പർ ഗേറ്റ്, അതിലാണ് താരങ്ങളൊക്കെ എത്തുന്ന ഗേറ്റ്. അവിടെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ആരാധകർ വലിയൊരു തിരക്ക് ഉണ്ടാകുന്നതിൽ നിയന്ത്രണം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. സാധാരണ IPL മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ ഒരു ഭാഗത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട്. കാരണം ഈ ഇരു ടീമുകളുടെയും മത്സരത്തിന് വരുന്ന ടീമുകളിലെ താരങ്ങളൊക്കെ വരുന്നത് ഈ 1ാം നമ്പർ ഗേറ്റിലാണ്. അവിടെയൊക്കെ സുരക്ഷ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ആ സുരക്ഷ അവിടെ കർശനമാക്കുമ്പോൾ മറ്റ് ഗേറ്റുകളിലേക്ക് ആരാധകരുടെ തിരക്ക് ഉണ്ടാകുന്നു. സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക് ആരാധകരുടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഒരു തിക്കും തിരക്കും ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 18ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 11ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒപ്പം 54ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് എന്തായാലും മാറ്റിയിട്ടുണ്ട്. രാഖി, ഏറ്റവും പുതിയ ഒരു വാർത്തയനുസരിച്ച് DK ശിവകുമാർ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്.
ഈ സുരക്ഷാ വീഴ്ചയിൽ അത്യാവശ്യത്തിന് മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞില്ല. അതായത് സർക്കാർ തന്നെ വളരെ കൃത്യമായി പറയുകയാണ് ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി. ഈ സുരക്ഷാ വീഴ്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആരാധകരുടെ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ ഒരു തരത്തിലും കർണാടക പോലീസിന് സാധിച്ചില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ബംഗളൂരു നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ നിഖിൽ? നീലിമ നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് DK ശിവകുമാർ തന്നെ ഈ അവസരത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് DK ശിവകുമാർ പരസ്യമായി മാധ്യമങ്ങളുടെ അദ്ദേഹം മാപ്പ് ചോദിച്ചത്. അതായത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ചെറിയ രീതിയിൽ പരാജയം സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഈ അപകടത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചതും അദ്ദേഹം മാപ്പ് ചോദിക്കുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. എന്തായാലും ഈ ഒരു അപകടം അതിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജീവൻ നഷ്ടമായവരുടെ എണ്ണത്തിൽ വർധനയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീലിമ. ഒപ്പം ഈ ഒരു ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു കുട്ടിക്ക് അതായത് സ്ഥിരീകരിച്ച വിവരങ്ങളാണെങ്കിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് അനൗദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകുമ്പോഴും ഒരു ജീവൻ നഷ്ടമായതിൽ ഒരു കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ആരാധകരുടെ തിരക്ക് അത് നിയന്ത്രിക്കുന്നതിൽ ഒരു ഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിനടക്കം വീഴ്ച സംഭവിച്ചു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടവും പറഞ്ഞതാണ്. അതായത് ഉച്ച മുതൽ തന്നെ എന്നല്ല, രാവിലെ മുതൽ തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിന് പരിസരത്തേക്ക് ബംഗളൂരു നഗരത്തിലൊക്കെ ആരാധകർ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. 18 വർഷത്തിന് ഇടയിൽ ആദ്യമായി IPLൻ്റെ 18 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB ഒരു കിരീടം ചൂടിയത് ആഘോഷിക്കാനാണ് ഈ ആരാധകരൊക്കെ ഒത്തുകൂടിയത്. ഈ ഒരു നഗരത്തിലേക്ക്, ബംഗളൂരു നഗരത്തിലേക്ക് എത്തിയത്. ഒപ്പം തങ്ങളുടെ പ്രിയ താരങ്ങൾക്ക് അവരെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടി, അതായത് വിജയ കിരീടവുമായി എത്തുന്ന അവരെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആരാധകരൊക്കെ സ്റ്റേഡിയത്തിന് സമീപവും ബംഗളൂരു നഗരത്തിലേക്കും ഒക്കെ എത്തിയത്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് കർണാടക സർക്കാർ അടക്കം പദ്ധതിയിട്ടിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തെ തുടർന്ന് അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. താരങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ താരങ്ങളെ അവിടെ നിന്ന് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ, താരങ്ങളെയെല്ലാം ഈ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. അവർക്ക് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയിരുന്ന ആളുകൾ പലരും അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു സ്റ്റാമ്പേഡിന് സമാനമായ സ്ഥിതി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടാകുകയും ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴുകയും വലിയ ശ്വാസതടസ്സം ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ആളുകൾ ചവിട്ടി മെതിച്ച ഒരു ജനക്കൂട്ടത്തെ കടന്നു പോകുന്ന ഒരു കാഴ്ച അവിടെ കാണാനായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ 7 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ ഇടയുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം നൽകുന്ന സൂചന. അവിടുത്തെ ദൃശ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു സ്റ്റാമ്പേഡിന് സമാനമായ തിക്കും തിരക്കും, അനിയന്ത്രിതമായ തിക്കും തിരക്കും അവിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായി എന്നാണ് അറിയുന്നത്. നിഖിൽ, തീർച്ചയായും നീലിമ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 50ഓളം പേർക്ക്, 50ന് മുകളിൽ ആളുകൾക്ക് കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് RCBയുടെ ഈ ഒരു പരേഡുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതായത് ഈ ആരാധകർ വലിയ രീതിയിൽ ഒത്തുകൂടുന്നു എന്ന വിവരം ലഭ്യമായതിനെ തുടർന്ന് ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആദ്യം ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ രാവിലെ 10 മണിയോടെ ടീമുകൾ, വിരാട് കോഹ്ലിയും ടീമും അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെടുന്നു. 1:30-ക്ക് ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തുന്നു. അവിടെ നിന്ന് 4 മണി മുതൽ 5 മണിയിലുള്ള സമയത്ത് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിധാൻ സൗദയിൽ അവർക്ക് സ്വീകരണം ഒരുക്കുന്നു. അതിനുശേഷം 5 മണി മുതൽ ഈ ഒരു ഓപ്പൺ ബസ്സിൽ ഒരു വിക്ടറി പരേഡ് ഉണ്ടാകും എന്നാണ് ആദ്യം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമായ വിവരങ്ങൾ. അങ്ങനെയായിരുന്നു സെലിബ്രേഷൻ. കൂടുതൽ 6 മണിക്ക് ശേഷമുള്ള 5 മണിക്ക് ഈ വിക്ടറി പരേഡും 6 മണിക്ക് ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ ഒരു ആഘോഷ പരിപാടി നടത്തും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആരാധകർ വലിയ രീതിയിൽ ഒത്തുകൂടിയതിനെ തുടർന്ന് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരാധകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതായത് ഈ ഓപ്പൺ ബസ്സിലുള്ള വിക്ടറി പരേഡ്
അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പകരം താരങ്ങളൊക്കെ എത്തി അവർ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു. അപ്പം സ്റ്റേഡിയത്തിൽ അത് എൻട്രി ടിക്കറ്റ് ആക്കുന്നു, അതായത് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഒപ്പം നഗരത്തിൽ തടിച്ചുകൂടാൻ പാടില്ല എന്ന് കൃത്യമായ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാർക്കിംഗ് അടക്കം നഗരത്തിന് അകത്തുള്ള പാർക്കിംഗ് അടക്കം നിരോധിക്കുന്നു. അപ്പം ഈ ഒരു നഗരത്തിലെ പാർക്കിങ്ങും നഗരത്തിലേക്ക് സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തേക്ക് ആരാധകർ അധികമായി എത്തരുത് എന്ന മുന്നറിയിപ്പും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മെട്രോയും പബ്ലിക് ട്രാൻസ്പോർട്ടും അധികമായി ഉപയോഗിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ വിക്ടറി പരേഡുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലവിൽ വന്നത്. അതിന് പിന്നാലെയാണ് ഈ ഒരു നഗരത്തിലേക്കും ഒപ്പം സ്റ്റേഡിയത്തിന് സമീപത്തേക്കും ആളുകൾ ഈ ആരാധകർ അധികമായി എത്തിത്തുടങ്ങിയതും ആരാധകർ തടിച്ചുകൂടുന്നതും അങ്ങനെയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് അത് വഴിവെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ 18-ാം നമ്പർ ഗേറ്റിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. അവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം പ്രാദേശിക മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അപകടത്തെ തുടർന്ന് 2 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്ന വിവരവും ലഭ്യമാവുന്നുണ്ട്. അതായത് ഈ സ്ഥലത്തേക്ക് കൂടുതലായി ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കുക എന്നതും അതിനെ ബന്ധപ്പെട്ട് 2 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്ന വിവരവും ലഭ്യമാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന വിമർശനം അത് പ്രാദേശിക മാധ്യമങ്ങളടക്കം ഈ അവസരത്തിൽ ആ ഒരു തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. നീലിമ, അതായത് മന്ത്രിസഭയുടെ ഭാഗമായ ആൾ തന്നെ DK ശിവകുമാർ തന്നെ വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. സുരക്ഷാ വീഴ്ച പറ്റി എന്നുള്ളത്. അവിടേക്ക് അനിയന്ത്രിതമായ ആരാധകർ ഒഴുകിയെത്തി. ഒരു ഇന്റലിജൻസ് സംവിധാനവും അവിടെ പ്രവർത്തിച്ചില്ല. ലക്ഷങ്ങൾ ഈ ബംഗളൂരു നഗരത്തിലേക്ക് അനിയന്ത്രിതമായി ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് വലിയ മഹാദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം നിഖിൽ, ഓരോരുത്തരെയും എടുത്തുകൊണ്ട് പോലീസ് ഇങ്ങനെ ആശുപത്രികളിലേക്ക് പായുകയാണ്. ചീറിപ്പായുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതായത് വലിയൊരു അത്യാഹിതമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും നീലിമ പറഞ്ഞതുപോലെ അതായത് ഒരു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന തരത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 6 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു കുട്ടിയും അടക്കം 11 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് പ്രാദേശിക മാധ്യമങ്ങളടക്കം പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 11 പേർക്ക് നിലവിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിൽ 6 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു പെൺകുട്ടി മരിച്ചതൊരു പെൺകുട്ടിയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒപ്പം 4:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഈ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നത് 4:15 കൂടിയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ഇത് വഴിമാറുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ 18-ാം നമ്പർ ഗേറ്റിന് സമീപം ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു. അത് ചെറിയ രീതിയിലുണ്ടായ ഒരു തിക്കും തിരക്കും അത് വലിയ രീതിയിലേക്ക് മാറുന്നു, വലിയൊരു തിക്കും തിരക്കുമായി മാറുന്നു. അത്തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അതിനെ നിയന്ത്രിക്കാൻ പോലീസിന് ആയില്ല. പോലീസിന് ആ അപകടത്തെ ഈ തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അത് വലിയൊരു അപകടത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടത്തെ തുടർന്ന് ടീമിൻ്റെ ആ ഒരു വിക്ടറി പരേഡ് ആ ഒരു പരിപാടി പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. RCB ടീം ഈ നഗരം ചുറ്റുന്നതിന് പകരം നേരിട്ട് സ്റ്റേഡിയത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം IPL അധികൃതർ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിനെ പറ്റി അറിവില്ല എന്ന് IPLന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. IPL അധികൃതരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അതായത് ഇത്തരത്തിലൊരു പരിപാടി IPLന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ധാരാളം നടത്തുന്നതിനെ പറ്റി IPL അധികൃതർക്ക് അറിയില്ല. അതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണം എന്ന് IPL അധികൃതർ അരുൺ ധുമാൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു അപകടം തന്നെയാണ്. 11ഓളം പേർക്ക് നിലവിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഈ ഒരു പരിക്കേറ്റ് 54ഓളം പേര് പരിക്കേറ്റ് നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 10ഓളം പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. 6ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും എന്തായാലും ഉണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ട് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ട് 11 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 6 പുരുഷന്മാർ 4 സ്ത്രീകൾ ഒരു കുട്ടിയും അടക്കം 11 പേർക്ക് നിലവിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. നീലിമ,
അതായത് ബംഗളൂരു ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. നിഖിൽ സൂചിപ്പിച്ചതുപോലെ അതിലൊരു അവ്യക്തതയുണ്ടെന്ന് IPL ഭാരവാഹികൾ പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ബംഗളൂരു ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണ ചടങ്ങ് ഏർപ്പാടാക്കിയത്. നീലിമ, ഇപ്പോൾ അതിനേക്കാൾ ഉപരി പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്ന് ഒരു വിവരം ലഭ്യമാകുന്നുണ്ട്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ദേശീയ മാധ്യമത്തിലുള്ള പ്രതികരണത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രൗഡ് അത് അൺകൺട്രോൾ ആയിരുന്നു, അതായത് കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ആരാധകരെത്തി. ഒപ്പം ഈ ഒരു ആരാധകരെ നിയന്ത്രിക്കുന്നതിനും ഇതിനു വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കുന്നതിലും വേണ്ടത്ര സമയം ലഭ്യമായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുമാനിച്ചൊരു പരിപാടിയാണ്. ഇന്നലെ രാത്രി നടന്ന വിജയത്തിന് ശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുമാനിച്ചൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വേണ്ടത്ര സമയം ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആരാധകരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല. അവിടെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഒരു ദേശീയ മാധ്യമത്തോട് എന്തായാലും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. അതായത് ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ ഇത്രത്തോളം വലിയ ആരാധകർ എത്തുന്ന, വിരാട് കോഹ്ലിയെ പോലെ ഉള്ള താരങ്ങൾ എത്തുന്ന ആ ഒരു ഇവൻറ്റിലേക്ക് ഇത്രത്തോളം ആരാധകർ എത്തുന്നു എന്ന് തങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. ഇത്രത്തോളം വലിയ ആരാധകരെത്തും, ഇത്രത്തോളം വലിയ തിരക്കുണ്ടാകും എന്ന് തങ്ങൾക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. ഈ വരുന്ന ക്രൗഡ് അത് നിയന്ത്രണാതീതമായി ആളുകൾ നഗരത്തിലേക്കും ഒപ്പം സ്റ്റേഡിയത്തിന് പരിസരത്തേക്കും എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായതെന്നും ഈ ഒരു പരിപാടിക്ക് വേണ്ടി അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടത്ര സമയം ലഭ്യമായില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നീലിമ, നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിഖിൽ, വലിയ ആശങ്ക ബംഗളൂരു നഗരത്തെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. 4 പേർ ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിലും വലുതാണ്, വലിയ കണക്കുകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം പങ്കുവെക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. തീർച്ചയായും നീലിമ നേരത്തെ പറഞ്ഞതുപോലെ അപകടത്തിൽ പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അത് ഇനിയും കൃത്യമായി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായൊരു വിവരം അതുമായി ബന്ധപ്പെട്ട കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വിവരങ്ങൾ അത് പ്രാദേശിക മാധ്യമങ്ങളിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അപകടത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ വിവരങ്ങൾ അത് പ്രാദേശിക മാധ്യമങ്ങളിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ചിട്ടാണ് പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ 54ഓളം പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ പറഞ്ഞതുപോലെ 6ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം 10ഓളം പേരുടെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് 6ഓളം പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. അതീവ ഗുരുതരം തന്നെയാണ്, 6ഓളം പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. പരിക്കേറ്റവരുടെ കൃത്യമായൊരു കണക്ക് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ലഭ്യമായ വിവരങ്ങളനുസരിച്ചാണെങ്കിൽ 54ഓളം പേർ വിവിധ ആശുപത്രികളിൽ, നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ എന്തായാലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈയൊരു അപ്പോൾ തന്നെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മതിയായ ആംബുലൻസോ ഈ ഡോക്ടർമാരോ ഒന്നും ഈ ഭാഗത്ത് അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആളുകൾ ഈ പരിക്കേറ്റവരെല്ലാം തോളത്തിട്ടുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. മതിയായ ആംബുലൻസ് സൗകര്യമോ ഡോക്ടർമാരുടെ സൗകര്യമോ ലഭിക്കുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 11 മരണമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. തീർച്ചയായും അവിടെ നിന്ന് ചില അപ്ഡേഷൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം, അല്ലേ നിഖിൽ? തീർച്ചയായും നീലിമ, അത്തരത്തിലൊരു അതായത് സിദ്ധരാമയ്യ അവിടത്തിന് ശേഷം ഈ ഒരു പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും ലഭ്യമാവുക. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇപ്പോൾ നീലിമ പറഞ്ഞതുപോലെ ഈ ഒരു അപകടം അത് എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈയൊരു പരിക്കേറ്റവരുടെ നില അത് ഗുരുതരമായി തുടരുന്നവരെ ആയിരിക്കും, അല്ലെങ്കിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സിദ്ധരാമയ്യ നേരിട്ട് സന്ദർശിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തിരക്ക് നീലിമ പറഞ്ഞതുപോലെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തിരക്ക് അത് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് ഒരു പരിധിവരെ ഇടപെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ ഒരു
പോലീസിന് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു തിരക്ക് വലിയ തിരക്കിലേക്ക് മാറും എന്ന് ഈ ഒരു ഇൻ്റലിജൻസിനടക്കം റിപ്പോർട്ടുകളുണ്ടായിരുന്നു, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടക്കം റിപ്പോർട്ടുകളുണ്ടായിരുന്നു, നഗരത്തിൽ വലിയ തിരക്കുണ്ടാവും എന്നതടക്കമുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്ന് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരക്ക് കൂടുന്നതുമായി ബന്ധപ്പെട്ട് ടീമിൻ്റെ പരിപാടികളിലൊക്കെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നു എന്ന് ഈ ഒരു കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ അറിയിച്ചിരുന്നു.